ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വാപ്സ് ആണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. സ്വാപ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ സ്വാപ്പ് എന്താണെന്നുള്ളതും സ്വാപ്പിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, ടെർമിനോളജി, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, യൂസസ് ഓഫ് സ്വാപ്സ്, ഇക്കണോമിക് ഫങ്ഷൻസ്, സ്വാപ്പ് വേഴ്സസ് ഫീച്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവല്യൂഷൻ ഓഫ് സ്വാപ്പ് നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തന്നു. നിങ്ങളത് അതിൻ്റെ പോയിൻറ്റ്സുകൾ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വാട്സപ്പിൽ ഗ്രൂപ്പിൽ അയച്ചിട്ട് തരണം. ഇനി ഇന്ന് നമുക്ക് സ്വാപ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സുകളാണ് നോക്കാനുള്ളത്. എന്താണ് സ്വാപ്സിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ്, ഏതൊക്കെ തരം സ്വാപ്പുകളുണ്ടെന്ന് നോക്കാം. അതിൽ നമുക്ക് ആദ്യമേ പറയാനുള്ളത് കറൻസി സ്വാപ്പ്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ്, ക്രെഡിറ്റ് ഡിഫോൾട്ട് റിസ്ക് സ്വാപ്പ്, റിവേഴ്സ് സ്വാപ്പ് ആൻഡ് ഇക്വിറ്റി സ്വാപ്പ്. ഇങ്ങനെ 5 ടൈപ്പ് സ്വാപ്പുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ കറൻസി സ്വാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും നമ്മൾ പലപ്പോഴായിട്ട് സ്വാപ്പിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. എന്നാലും നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്വാപ്പിൽ കറൻസി സ്വാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും മാത്രമാണ്. ക്രെഡിറ്റ് ബാക്കി 3 ടൈപ്പ് റിസ്ക് സ്വാപ്പുകൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ് കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കറൻസി വേറൊരു കറൻസിക്ക് പകരം കൈമാറ്റം ചെയ്യാം. ഓക്കെ, അതാണ് കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇന്ത്യൻ ബിസിനസ്സുകാരനാണ്. അപ്പോൾ എനിക്ക് അമേരിക്കയിൽ ഞാനൊരു ഫോറിൻ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് അമേരിക്കൻ ഡോളർ എനിക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ഞാനൊരു ഇന്ത്യക്കാരനാണ്, പക്ഷെ അമേരിക്കയിൽ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അമേരിക്കൻ ഡോളർ ആവശ്യമുണ്ടാവും. ഓക്കെ, പക്ഷെ എന്നെ സംബന്ധിച്ച് ലോൺ എടുക്കാനാണെങ്കിലും ഫണ്ട് റേസ് ചെയ്യാനാണെങ്കിലും ഒക്കെ റേസ് ചെയ്യാൻ എളുപ്പം ഏതായിരിക്കും? ഇന്ത്യൻ കറൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും കോസ്റ്റ്ലെസ് ആയിട്ട് ഇന്ത്യൻ കറൻസി എനിക്ക് വേണ്ടത്ര ഫണ്ട് ഞാൻ റൈസ് ചെയ്തു എന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ലോൺ എടുത്തു എന്ന് കൂട്ടുക. ഓക്കെ, അതുപോലെ ഒരു അമേരിക്കൻ ബിസിനസ്സുകാരന് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യം ഇന്ത്യൻ കറൻസി ആയിരിക്കും, പക്ഷേ അദ്ദേഹത്തിന് കോസ്റ്റ്ലെസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോളർ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് ചെയ്യാം? ഈ കറൻസികൾ രണ്ടാളുടെയും ഒരു നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് തുല്യമായി ആക്കിയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അപ്പോൾ അതൊരു ഫോറിൻ എക്സ്ചേഞ്ച് പോലെയാണ് എന്നർത്ഥം. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ, ഈ 2 പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ ഈ കൈമാറ്റം എളുപ്പമാകും. ഓക്കെ, അപ്പോൾ ഈ കറൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കറൻസി സ്വാപ്പ് എന്ന് പറയാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, കറൻസി സ്വാപ്പിൽ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും മിക്കവാറും. കാരണം ഇവിടെ എനിക്ക് ഡോളർ വേണമെങ്കിലും ഞാൻ ഇന്ത്യൻ രൂപയാണ് ഫണ്ട് റേസ് ചെയ്തത്. ആ റേസ് ചെയ്തത് ഞാൻ ബാങ്കിൽ നിന്നാണ് റേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ബാങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ അമേരിക്കക്കാരൻ അമേരിക്കൻ ഡോളർ ആയിരിക്കും റേസ് ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്നായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടാവുക. ആ ലോണിനും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഈ കറൻസി കൈമാറുന്നതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ കൈമാറും? 2 പേരുടെയും ഇൻട്രസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോണിലേക്കുള്ള ഇൻട്രസ്റ്റ് ഞാനായിരിക്കും പേ ചെയ്യുന്നത്, എൻ്റെ ലോണിലേക്കുള്ള ഇൻട്രസ്റ്റ് അദ്ദേഹമായിരിക്കും പേ ചെയ്യുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്തു. ഓക്കെ, എന്നിട്ട് അവസാനം മെച്യൂരിറ്റി ഡേറ്റ് വരുമ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഒറിജിനൽ കറൻസി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് തിരിച്ചടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ കറൻസി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ എന്താണ് കറൻസി സ്വാപ്പ് എന്നുള്ളത്. ഒന്ന് നോക്കുക. ഇറ്റ്സ് ആൻ ഫോറിൻ എക്സ്ചേഞ്ച് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 parties exchange an equivalent amount of money with each other but different currencies. The parties are essentially loaning each other money and will repay the amounts at a specified date and exchange rate. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ അതേ കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നോക്കുക, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് നോക്കുക, കറൻസി സ്വാപ്പിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഒന്ന് നോക്കുക. എന്താണ് കറൻസി സ്വാപ്പ്? നമുക്കൊരു ഡോളർ ലെൻഡർ ഉണ്ടാവും, അതുപോലെ ഒരു റുപ്പി ലെൻഡർ ഉണ്ടാവും. നമ്മൾ ഈ ഡോളർ കമ്പനി എക്ക് വേണ്ടത് ഇന്ത്യൻ റുപ്പിയാണ്, കമ്പനി ബിക്ക് വേണ്ടത് ഡോളറുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻ ബിറ്റ്വീൻ ഒരു ബാങ്ക് കണ്ടോ നിങ്ങൾ? റിസീവ് ഡോളർ പേയ്മെൻറ്റ് ഫ്രം ബി ആൻഡ് റിസീവ് റുപ്പി പേയ്മെൻറ്റ് ഫ്രം എ. ഈ ബാങ്ക് 2 പേരുടെയും പേയ്മെൻറ്റ് സ്വീകരിക്കും, എന്നിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ക്ലിയർ ആയല്ലോ? അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? കറൻസി സ്വാപ്പ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുക. എന്താണ്? ഇൻ എ കറൻസി സ്വാപ്പ് ഓർ
ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് ഒന്നും ഇതിനെ പറയാൻ പറ്റും കേട്ടോ. അതാണ് FX സ്വാപ്പ് എന്ന് പറഞ്ഞ്. ദ കൗണ്ടർ പാർട്ടീസ് എക്സ്ചേഞ്ച് a given amount in the two currencies. For example, one party might receive 100 million British pound while the other party receive 125 million dollar American dollar. This implies GBP USD എക്സ്ചേഞ്ച് റേറ്റ് 1.25. നിങ്ങൾ മനസ്സിലായല്ലോ. 100 പൗണ്ടിന് ഈക്വലാണ് എന്ത് 100 മില്യൺ പൗണ്ടിന് ഈക്വലാണ് 125 മില്യൺ US ഡോളർ. അപ്പോൾ നമുക്ക് ഈ 125 മില്യൺ ഡോളർ US അത് ആവശ്യമുള്ള ആൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ബ്രിട്ടീഷ് പൗണ്ട് ഇങ്ങോട്ട് വാങ്ങുന്നു. അവിടെ എക്സ്ചേഞ്ച് റേറ്റ് 1.25 ആയിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് ദ അഗ്രിമെൻറ്റ് ദേ വിൽ സ്വാപ്പ് അഗെയിൻ എയ്തർ ദ ഒറിജിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഓർ അനദർ പ്രീ അഗ്രീഡ് റേറ്റ് ക്ലോസിങ് ഔട്ട് ദ ഡീൽ. എന്നിട്ട് അവസാനം മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നമ്മൾ ഈ കൈമാറിയ എമൗണ്ടിനെ നമ്മൾ അന്നത്തേക്ക് നമ്മളൊരു പുതിയ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അന്നത്തെ മാർക്കറ്റ് റേറ്റിൽ നമ്മൾ എന്താക്കും, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കൈമാറും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് കറൻസി സ്വാപ്പ്. അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താ നോക്കുക. എന്താ അതിൻ്റെ ബെനിഫിറ്റ്? ബൈ ഗെറ്റിംഗ് ഇൻ ടു എ സ്വാപ്പ് ബോത്ത് ഫേം വെർ ഏബിൾ ടു സെക്വയർ ലോ കോസ്റ്റ് ലോൺസ് ആൻഡ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് കാരണം ഈ കറൻസി സ്വാപ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ഇൻബിൽറ്റ് സാധനമാണ് ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതില്ലാതെ ഉണ്ടാവും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് കറൻസി സ്വാപ്പിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും കൂടെ ഉണ്ടാവും. കാരണം നമ്മൾ രണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് കൊണ്ട് ആ ബാങ്കിലുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കൈമാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലുണ്ടാവുന്ന വേരിയേഷൻ നമുക്ക് ഹെഡ് ചെയ്യാൻ പറ്റും. വേരിയേഷൻസ് ആൾസോ എക്സിസ്റ്റ് ഇൻ കറൻസി സ്വാപ്പ് ഇൻക്ലൂഡിങ് ഫിക്സ്ഡ് വേഴ്സസ് ഫ്ലോട്ടിംഗ് and floating versus fixed, floating versus floating. Okay, in some parties are able to hedge against volatility in forex rate. നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന വൊളാറ്റിലിറ്റിയും ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെഡ് ചെയ്യാൻ പറ്റും. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിബർ എന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ലിബറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലിബർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ് എന്നുള്ളതാണ്. അത് മുംബൈ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ, മിബർ എന്നാണ് അത് നമ്മൾ പറയാം. അതിൻ്റെ മീനിങ് നമ്മൾ ഈ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ യൂറോ മാർക്കറ്റ് എന്ന് പറയും. ഇപ്പോൾ ലണ്ടനിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു $US നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ ആ $US ലോണിന് എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ കൊടുക്കേണ്ടി വരിക അത് ഫിക്സ് ചെയ്യൽ. അത് അങ്ങനെ ലോണ് ലെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബാങ്കുകളിൽ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഈ ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ് എന്ന് പറയുന്നത്. ഓഫർ റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ ബാങ്കുകൾ ഈ പാർട്ടീസിന് ലോണ് കൊടുക്കുന്നതിന് അവർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതുകൊണ്ടാണ് അതിന് ഓഫർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ആ ലോണിന് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോൾ അത് ഇതിൻ്റെ രീതി എന്താ, ഇത് ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ലണ്ടനിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്നത് എന്താണ്, US ഡോളറാണ്. അല്ലാതെ ലണ്ടൻ സ്റ്റെർലിംഗ് അല്ല, പൗണ്ട് സ്റ്റെർലിംഗ് അല്ല, പകരം US ഡോളറാണ്. ഒരു യൂറോ മാർക്കറ്റാണ്. യൂറോ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റ് ഒന്നും അല്ലെങ്കിൽ യൂറോ കറൻസി നമ്മൾ യൂറോ എന്ന് പറഞ്ഞ കറൻസിയോ കുറിച്ചല്ല പറയണത്, ഒരു ഫോറിൻ മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലണ്ടനിൽ നിന്ന് നമ്മൾ US ഡോളർ ലോൺ എടുക്കുമ്പോൾ അതിന് ബാങ്കുകൾ ചാർജ് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് അവിടുത്തെ പ്രീമിയം ബാങ്കുകളൊക്കെ ചാർജ് ചെയ്യുന്ന റേറ്റിൻ്റെ ഒരു ആവറേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് ലിബർ. അപ്പോൾ ആ ലിബറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്വാപ്പിൻ്റെ നമ്മൾ ഇത് ഫിക്സ് ചെയ്യുക. മനസ്സിലായല്ലോ? കാരണം ഇത് രണ്ട് കറൻസികൾ കൈമാറുമ്പം അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കറൻസിൻ്റെ ഒരു റേറ്റ് എന്നുള്ള നിലക്കാണ് ഈ ഉദ്ദേശം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അതുപോലെ ലിബിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അത് ലണ്ടൻ ഇൻ്റർ ബാങ്ക് നമ്മൾ ബിഡ് ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ ഒരാൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡെപ്പോസിറ്റിന് എന്ത് ഇൻട്രസ്റ്റ് ഇവർ കൊടുക്കും എന്നും പറയാമല്ലോ. ഏത് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇവർ ആ ഡെപ്പോസിറ്റിന് കൊടുക്കുക, അതാണ് ലിബിഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നേരത്തെ ലോൺ എടുക്കുമ്പം എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതെടുക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും എന്നുള്ളതിനെ ലിബിഡ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ലിബർ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട്. നിങ്ങൾ പേരുകൾ മാത്രം നോക്കിയേക്കുക. ഈ കറൻസി സ്വാപ്പിന് ഡിഫറൻറ്റ് ഉണ്ടാവും. ഒന്ന് ഫിക്സഡ് വേഴ്സസ് ഫ്ലോട്ടിങ്. അപ്പോൾ നമ്മൾ 2 ലെഗ്സ് എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സ്വാപ്പിൻ്റെ ലെഗ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടീസ് ഉണ്ടല്ലോ. അപ്പോൾ 2 പാർട്ടീസ് 2 കറൻസി ആണെങ്കിൽ അതാണ് അതിന് നമ്മൾ 2 ലെഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1 leg ഓഫ് ദ കറൻസി സ്വാപ്പ് റെപ്രസെൻറ്റ് സ്ട്രീം ഓഫ് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ്, വൈൽ അനദർ ലെഗ് ഈസ് സ്ട്രീം ഓഫ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് പേയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു ഇതിലൊരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും കൂടി ഉൾക്കൊള്ളുന്നതാണ് കറൻസി. അപ്പോൾ അത് ഫിക്സ്ഡ് വേഴ്സസ് ഫ്ലോട്ടിംഗ് ആവാം, അതുപോലെ ഫ്ലോട്ട് വേഴ്സസ് ഫ്ലോട്ട് തന്നെ ആവാം. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് വേഴ്സസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റിൽ തന്നെ ആവാം. പക്ഷേ അവരുടെ എന്ത് വ്യത്യാസം ഉണ്ടാവും, അവരുടെ പിന്നെ ബേസിസ് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമ്മൾ ബേസിസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 2 പേരുടെയും ലോണിൻ്റെ വെച്ചാൽ ലോണിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി അതുപോലെ ഫിക്സ്ഡ് വേഴ്സസ് ഫിക്സ്ഡ് ഉണ്ടാവാം, അമോർട്ടൈസിങ് സ്വാപ്പ് ഉണ്ട്, അതുപോലെ ബേസിസ് സ്വാപ്പ് ഉണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഫ്ലോട്ടിംഗ് റേറ്റ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റഡ് ഓൺ ഡിഫറെൻറ്റ് ബേസിസ്, ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഇനി അതുപോലെ ഈ കറൻസി സ്വാപ്പ് നമുക്ക് ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കാം. ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കറൻസി സ്വാപ്പ് നമ്മൾ ഹെഡ്ജിങ്ങിന് ഉപയോഗിക്കുന്നത് വെൻ നമ്മൾ കറൻസിയിൽ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരനാണെങ്കിൽ എനിക്ക് എനിക്ക് വേണ്ടത് അമേരിക്കൻ ഡോളറുമാണ്. അപ്പോൾ ഞാൻ അമേരിക്കൻ ഡോളർ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്ക് എന്താവാം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോഴേക്ക് എന്താവാം, എന്നെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റോ വളരെ കൂടാം. അപ്പോൾ ആ കൂടുന്നതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത്, ഈ സംഭവം, ഈ പിന്നെ കറൻസി സ്വാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കും. അതുപോലെ ഇതിൻ്റെ മൂന്നാമത്തെ സംഭവമാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. നമ്മൾ കറൻസി സ്വാപ്പിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കറൻസി സ്വാപ്പ് ക്യാൻ ബി യൂസ്ഡ് ടു ഹെഡ്ജ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എ ഫേം ക്യാൻ യൂസ് എ മീൻസ് ഓഫ് എക്സ്പ്ലോയിറ്റിംഗ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ആർബിട്രേജ്. ഓക്കെ. നമ്മൾ പറഞ്ഞു കുറഞ്ഞ വിലയുള്ള മാർക്കറ്റിൽ നിന്ന് കൂടുതൽ വിലയുള്ള മാർക്കറ്റിൽ, കുറഞ്ഞ വിലയുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങി കൂടുതൽ വിലയുള്ള മാർക്കറ്റിൽ വിൽക്കുക എന്നുള്ളതാണ് ആർബിട്രേജ്. അങ്ങനെയുള്ള പർപ്പസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കറൻസികൾ അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പിന്നെ ആർബിട്രേജ് എന്നുള്ള നിലക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എ ഫേം ക്യാൻ യൂസ് സർപ്ലസ് ഫണ്ട് മോർ ഇഫക്റ്റീവ്ലി ഇൻ ബ്ലോക്ക്ഡ് കറൻസീസ്. ഓക്കെ. നമ്മുടെ സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കാനുള്ള വേറൊരു മാർഗ്ഗമായിട്ട് നമുക്ക് ഈ കറൻസി സ്വാപ്പിന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ദീസ് ആർ ഓൾ കറൻസി സ്വാപ്പ് എന്നുള്ളതിന് മീനിങ് അതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ്. സ്വാഭാവികമായിട്ടും നമ്മളത് പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്ന് നോക്കുക എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് അഗ്രീഡ് ബിറ്റ്വീൻ 2 കൗണ്ടർ പാർട്ടീസ് ഹൂ വിഷ് ടു ചേഞ്ച് ദ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ്സ് ഇൻ ദ സെയിം കറൻസി. ഇവിടെ കറൻസി സെയിം തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞത് കറൻസി സ്വാപ്പിനാകുമ്പോൾ കറൻസി മാറും, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും നടക്കുന്നുണ്ട്, പക്ഷെ അവിടെ കറൻസി തന്നെ മാറുന്നുണ്ട്. ഇവിടെ നമ്മൾ സെയിം കറൻസിയിൽ നമ്മളുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇൻട്രസ്റ്റ് എമൗണ്ട് വെദർ ഫിക്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ബോറോഡ് ഓർ ലെൻഡ്. ഇനി ഞാനിതിൻ്റെ അകത്ത് ഒരു ചിത്രം കുറച്ചും കൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഈ ചിത്രം നോക്കുക. ചിത്രം നോക്കുക. ഫിക്സ്ഡ് ബാങ്ക്, കമ്പനി എ, കമ്പനി ബി, 2 കമ്പനീസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബാങ്ക് ഉണ്ട്. അപ്പോൾ കമ്പനി എക്ക് ഫിക്സ്ഡ് റേറ്റിലാണ് ലോണ് കിട്ടുന്നത്, പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് എന്താണ്, ഫ്ലോട്ടിംഗ് റേറ്റിലാണ്. കമ്പനി ബിക്ക് കിട്ടുന്നത് ഫ്ലോട്ടിംഗ് റേറ്റിലാണ്, പക്ഷെ അവർക്ക് ആവശ്യമുള്ളത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അവരുടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ബാങ്ക് വഴി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഓക്കെ. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ. ഇപ്പോൾ നമ്മൾ കറൻസി സ്വാപ്പ്, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ് പറഞ്ഞത്. അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. കമ്പനി എ എന്ത് ചെയ്യുന്നു, ഹാസ് ആക്സസ് ടു ഫ്ലോട്ടിംഗ് റേറ്റ്. കമ്പനി എക്ക് ഫ്ലോട്ടിംഗ് റേറ്റിൽ ലോൺ എടുക്കാൻ ആക്സസ് ഉണ്ട്. ഇറ്റ് വിൽ ബോറോ ഫ്രം ദി ഫ്ലോട്ടിംഗ് റേറ്റ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഫ്ലോട്ടിംഗ് റേറ്റിൽ തന്നെ ലോൺ വാങ്ങും. സിമിലർലി ഫേം ബി ഹാവിങ് ആക്സസ് ടു ഫിക്സഡ് റേറ്റ്. കമ്പനി ബിക്കോ ഫിക്സഡ് റേറ്റിനാണ് ആക്സസ് ഉള്ളത്. ആൻഡ് ഇറ്റ് വിൽ ബോറോ ഫോർ ഫിക്സഡ് റേറ്റ്. അത് ഫിക്സഡ് റേറ്റിൽ തന്നെ ലോൺ വാങ്ങുകയും ചെയ്യും. എന്നിട്ട് കമ്പനി എക്ക് പക്ഷെ ആവശ്യമുള്ളത് ഫിക്സഡ് റേറ്റ്, അവർക്ക് ആക്സസ് ഉള്ളത് ഫ്ലോട്ടിങ്ങും ആവശ്യമുള്ളത് ഫിക്സഡുമാണ്. നേരെ കമ്പനി ബിക്ക് നേരെ തിരിച്ചും. അപ്പോൾ അവർ നേരെ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ തുല്യം സെയിം ആയിട്ടുള്ള ഇതാണെങ്കിൽ, സെയിം ആയിട്ടുള്ള
പ്രിൻസിപ്പൽ എമൗണ്ട് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് നോക്കുക. സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് വി ഹാവ് സീൻ ദാറ്റ് ബോത്ത് ഫേംസ് ഹാവ് നോട്ട് ബോറോഡ് അക്കോർഡിംഗ് ടു ദെയർ ചോയ്സ്. The fixed rate interest payable through the swap dealer is higher than what firm B has to pay to the lender in fixed rate loan market, but lower than what firm has to pay to the lender if it had borrowed from the fixed rate loan market. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഫേം ബിക്ക് വേണ്ടത് ഫിക്സഡ് റേറ്റ് ആണ്, പക്ഷെ അവർക്ക് അത് കിട്ടുന്ന റേറ്റ് വളരെ കൂടുതലാണ്. ഫിക്സഡ് റേറ്റ് അവർക്ക് അവൈലബിൾ ആണ്, പക്ഷെ അവർക്ക് ആക്സസ് ഉള്ള ഫ്ലോട്ടിങ്ങിലാണ്. ഇനി അവർക്ക് ഫിക്സഡ് റേറ്റിൽ എടുക്കാം മാർക്കറ്റിൽ നിന്ന്, പക്ഷെ അവർക്ക് റേറ്റ് കൂടും. ഫേം ഏക്കോ ഫിക്സഡ് റേറ്റ് കിട്ടുകയാണെങ്കിൽ വളരെ കുറച്ച് റേറ്റിന് കിട്ടും. അപ്പോൾ അവർക്ക് അതിന് ഇൻ ബിറ്റ്വീനുള്ള ഒരു ഇൻ്റർമീഡിയറ്റ്ക്ക് ചെറിയൊരു കമ്മീഷൻ കൊടുത്താൽ പോലും അവർക്ക് എന്താക്കാൻ പറ്റും? ഇപ്പോൾ ഫേം ബിക്ക് ഫിക്സഡ് റേറ്റിൽ പേ ചെയ്താൽ അവർക്ക് കുറവായിരിക്കും. മനസ്സിലായാലോ നിങ്ങൾക്ക്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവരുടെ ഒരു ഇൻ്റർമീഡിയറിക്കുള്ള ഒരു കമ്മീഷൻ കൊടുത്താൽ പോലും അവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് റേറ്റിനെ സ്വാപ്പ് ചെയ്യുമ്പോൾ ലാഭമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റേജിൽ അവരൊരു ഇൻ്റർമീഡിയറ്റിനെ വെച്ചിട്ട് അവർ അതിനെ കൈമാറ്റം ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഇങ്ങനെയാണ്. നമ്മൾ ഫേം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്, ആ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഫേം എക്ക് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുന്നു. ഫേം ബിക്ക് 8% ഫിക്സഡ് റേറ്റിലാണ് കിട്ടുക. അപ്പോൾ ഫേം ബിക്ക് ആവശ്യമുള്ളത് ഫിക്സഡ് റേറ്റിലാണ്, പക്ഷെ അവർ ലോൺ എടുക്കുമ്പോൾ 8% കൊടുക്കണം. ഫേം എക്കാണെങ്കിലോ അത് 6% കിട്ടും. അപ്പോൾ ഫേം ബിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫേം എ എടുക്കുന്ന ലോണ് കൈമാറ്റം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് ഈ 6% പേയ്മെൻറ്റ് കൊടുത്താൽ മതിയല്ലോ. 8%-ന് പകരം ഫേം എ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ 8% കൊടുക്കണം. ഫേം ബിക്കാണെങ്കിലോ ഫിക്സഡ് റേറ്റിൽ 6% കൊടുത്താൽ മതി. അപ്പോൾ ഫേം എക്ക് എന്ത് ചെയ്യാം? ബീൻ്റെ കയ്യിൽ നിന്ന് ആ ലോൺ വാങ്ങിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി 6%. പക്ഷെ അത് അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് കൈമാറ്റം ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ്ക്ക് 1% കമ്മീഷൻ കൊടുത്താൽ പോലും 7% ആവുള്ളൂ. എന്നാലും അവർക്ക് ലാഭമല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഫേം ബിക്ക് അതുകൊണ്ട് എന്താ ലാഭമുള്ളത്? എക്ക് ഫിക്സഡ് റേറ്റിൽ ഇൻട്രസ്റ്റ് ലോൺ എടുത്ത് കൊടുത്തോണ്ട് എന്താ ലാഭമുള്ളത്? അവർക്ക് ഫേം അവരുടെ കയ്യിൽ നിന്ന് ഫ്ലോട്ടിംഗ് റേറ്റിനുള്ള ലോൺ ഇങ്ങോട്ട് വാങ്ങാം. കാരണം അവർക്ക് ഫേം എനെ സംബന്ധിച്ച് ആക്സസ് ഉള്ളത് ഫ്ലോട്ടിങ്ങിനായിരിക്കും. ആവശ്യമുള്ളത് ഫിക്സ്ഡ് ആണെങ്കിൽ പോലും ആക്സസ് ഉള്ളത് ഫ്ലോട്ടിങ്ങിനായിരിക്കും. അത് അവർക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുകയാണെങ്കിൽ അത് അങ്ങോട്ട് പകരം കൊടുത്താൽ മതി. ക്ലിയർ ആയല്ലോ? അതാണ് സെക്കൻഡ് സ്റ്റേജിൽ. തേർഡ് സ്റ്റേജിൽ പിന്നെ അതിൻ്റെ മെച്യൂരിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒറിജിനൽ റീപേയ്മെൻറ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് റീപേയ്മെൻറ്റ് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് തിരിച്ചടക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് നമുക്ക് ഹെഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫിക്സഡ് റേറ്റിൽ നമ്മളൊരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ കാലാകാലം നമ്മൾ അത് എന്ത് ചെയ്യണം? ഫിക്സഡ് റേറ്റിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി മാർക്കറ്റിൽ റേറ്റ് കുറഞ്ഞാൽ പോലും നമ്മൾ ഓൾറെഡി ഒരു ഫിക്സഡ് റേറ്റിലല്ലേ എടുത്ത്, ആ ഫിക്സഡ് റേറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ നമ്മൾ പുതിയ ലോൺ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരെ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുക. ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി ലോൺ എടുത്തു 10% ആണെങ്കിൽ, നമ്മളിനി ഒരു 10 കൊല്ലത്തിൻ്റെ ലോൺ ആണെങ്കിൽ ഈ 10 കൊല്ലം നമ്മൾ 10% അടച്ചുകൊണ്ടിരിക്കണം. മാർക്കറ്റിൽ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പറ്റ കുറഞ്ഞു പോയിട്ടുണ്ടാവും നമ്മുടെ റേറ്റിന്. പക്ഷെ നമ്മൾ ഓൾറെഡി ലോൺ എടുത്തത് 10%-ാണെങ്കിൽ ആ 10% നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഫ്ലോട്ടിംഗ് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സ്വാപ്പ് ചെയ്താൽ മതി. സ്വാപ്പ് ചെയ്താലും നമുക്കതിനെ ഫ്ലോട്ടിംഗ് ആക്കാം. അപ്പോൾ മാർക്കറ്റിൽ കുറയുമ്പോൾ കുറച്ച് അടച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി ഇതിൽ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിലുള്ള ഒന്നാണ് കൂപ്പൺ സ്വാപ്പ്, ബേസിസ് സ്വാപ്പ്, പുട്ടബിൾ സ്വാപ്പ്, കോളബിൾ സ്വാപ്പ്, റേറ്റ് ക്യാപ്ഡ് സ്വാപ്പ്. അതൊക്കെ വളരെ സിമ്പിളാണ്, ഒറ്റ ലൈൻ മീനിങ് ആണ്. നമുക്ക് പറയാം കൂപ്പൺ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻ കൂപ്പൺ സ്വാപ്പ് വൺ പാർട്ടി മേക്സ് പേയ്മെൻറ്റ് അറ്റ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് റിസീവിംഗ് പേയ്മെൻറ്റ് അറ്റ് എ ഫ്ലോട്ടിംഗ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം, അത്രേ ഉള്ളൂ. ഓക്കെ, ബേസിസ് സ്വാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ബേസിസ് എന്താണെന്ന് പറഞ്ഞു. ഇൻ ബേസിസ് സ്വാപ്പ് ദ പാർട്ടീസ് എക്സ്ചേഞ്ച് പേയ്മെൻറ്റ് ഓൺ വൺ ഫ്ലോട്ടിംഗ് റേറ്റ് ബേസിസ് ഫോർ ദി പേയ്മെൻറ്റ് ഓൺ അനദർ ഫ്ലോട്ടിംഗ് റേറ്റ് ബേസിസ്. ഇവിടെ ബേസിസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഫ്ലോട്ടിംഗ് നേരത്തെ ഫ്ലോട്ട് വേഴ്സസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഓക്കെ, പുട്ടബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൽക്കാനോ വിൽക്കാതിരിക്കാനോ ഉള്ള അവകാശമാണല്ലോ പുട്ട്. അപ്പോൾ ഇവിടെ ദീസ് ഗിവ് സ്വാപ്പ് സെല്ലർ ദ ചാൻസ് ടു ടെർമിനേറ്റ് ദ സ്വാപ്പ് അറ്റ് എനി ടൈം ബിഫോർ ദ മെച്യൂരിറ്റി. ഇവിടെ സെല്ലർക്ക് അവകാശം ഉണ്ട് എന്നർത്ഥം. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം?
മെച്യൂരിറ്റിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യാം. അതിന് ചെറിയൊരു പ്രീമിയം കൊടുക്കേണ്ടി വരും. കോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, സ്വാപ്പ് വാങ്ങുന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്വാപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ റേറ്റ് ക്യാപ്ഡ് സ്വാപ്പ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലോട്ടിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യാപ്പ് വെക്കാൻ പറ്റും. ഇത്ര അതിൻ്റെ മേലേക്ക് കൂടിക്കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നിശ്ചിത ഒരു റേറ്റ് വെക്കാൻ പറ്റും. പക്ഷെ അതിന് ഫീ പേ ചെയ്യേണ്ടി വരുന്നു മാത്രം. ഓക്കെ, അതാണ് റേറ്റ് ക്യാപ്ഡ് സ്വാപ്പ്. ഇതാണ് സ്വാപ്പിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സുകൾ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി എക്സ്ചേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് കൈമാറ്റം ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്യുമെൻറ്റേഷൻ ചാർജസ് മിനിമം. ഇറ്റ് ഈസ് നോട്ട് കണ്ടിൻജൻറ്റ് ലാബിലിറ്റി. അതുകൊണ്ട് നമുക്കൊരു ഓഫ് ബാലൻസ് ഷീറ്റ് നമുക്ക് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ആയതുകൊണ്ട് ഒരു ഓഫ് ബാലൻസ് ഷീറ്റ് സംഭവമായിട്ട് നമുക്ക് ഇതിനെ കാണിക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻ അസറ്റ് ലാബിലിറ്റി മാനേജ്മെൻറ്റ്. നമുക്ക് അസറ്റ് ലാബിലിറ്റി ALM വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. സ്വാപ്പിംഗ് ഫിക്സ്ഡ് റേറ്റ് മേ സേവ് ഇഷ്യൂർ മണി ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻ. ഓക്കെ, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻ വരുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, ഫിക്സ്ഡ് ടു ഫ്ലോട്ടിംഗ് റേറ്റ് എന്നാട്ടോ വേണ്ട. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചും കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞത് കറൻസി സ്വാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പുമാണ്. ടൈപ്സ് ഓഫ് സ്വാപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കറൻസി സ്വാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും നമ്മൾ പറഞ്ഞു. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.